ബന്ദികളുടെ മോചനം അല്പസമയത്തിനകം 6 ബന്ദികളെയാണ് ഹമാസ് ഇന്ന് മോചിപ്പിക്കുന്നത്. റെഡ് ക്രോസിന് കൈമാറുന്ന ബന്ദികളെ ഇസ്രായേൽ സൈന്യം ഏറ്റുവാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഇന്ന് ഏറ്റവും പുതിയ വിവരമായി നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് 2 ബന്ദികളെ 6 പേരിൽ 2 പേരുടെ മോചനം സാധ്യമായി കഴിഞ്ഞു. അവരെ ഇസ്രായേൽ സേനയ്ക്ക് കൈമാറി. ഇസ്രായേൽ സേന അവരെ ആരോഗ്യ പരിശോധന പൂർണ്ണമായും നടന്ന ഒരു സാഹചര്യത്തിൽ അവരെ ബന്ധുക്കളുടെ അടുത്ത് എത്തിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ ഒരു വിവരം. ഇനി 4 പേരുടെ കൂടി മോചനം നടക്കാനുണ്ട് എന്നും വാർത്ത പുറത്തു വരുന്നുണ്ട്. അതേസമയം മറ്റൊരു സുപ്രധാന വിഷയം, ഇന്നലെ രാത്രിയോടെ ഹമാസ് ഷിറിയുടെ മൃതദേഹം കൈമാറിയിരുന്നു. അതായത് നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ കൈമാറിയതിൽ ഒരു മൃതദേഹം മാറിപ്പോയിരുന്നു. ആ മാറിപ്പോയ മൃതദേഹം ഷിറി ബിബാസ് എന്ന് പറയുന്ന ഒരു വനിതയുടേതായിരുന്നു. ആ വനിതയുടെ മൃതദേഹം വീണ്ടും ഇന്ന് പുലർച്ചെയോടെ മറ്റൊരു മൃതദേഹം കൈമാറ്റം ചെയ്തു. ആ കൈമാറ്റം ചെയ്ത മൃതദേഹം ഷിറിയുടേത് തന്നെ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ സേന. അതുകൊണ്ട് ഇസ്രായേൽ സേനയും കുടുംബാംഗങ്ങളും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ രണ്ട് നീക്കങ്ങളാണ്. അത് ഒന്നാമത്തേത് ബന്ദികളുടെ മോചനം തന്നെയാണ്. ബന്ദികളുടെ മോചനം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ മോചിപ്പിക്കപ്പെടുന്ന ബന്ദികളുടെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. ആ ബന്ദികളുടെ മോചനം നടക്കുന്നതോടൊപ്പം തന്നെ ഇന്നലെ പുലർച്ചെ ഈ മൃതദേഹം കൂടി കൈമാറ്റം ചെയ്തിരുന്നു. കൈമാറിയ മൃതദേഹം ഷിറിയുടേതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കൈമാറിയത് ആരുടേത് എന്ന് സംബന്ധിച്ച ഒരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ യഹൂദരുടെ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ നിവാസികളുടെ മൃതദേഹങ്ങളല്ല, അല്ലെങ്കിൽ ബന്ദികളുടെ മൃതദേഹങ്ങളല്ല എന്ന് ഇസ്രായേൽ വളരെ കൃത്യമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത് ആരുടെ മൃതദേഹമാണ് എന്ന സംശയം ഉയരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ അവസാനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ബന്ദിയുടെ മൃതദേഹം അവർക്ക് കൈമാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കി 4 പേരുടെ മൃതദേഹങ്ങൾ, 4 ബന്ദികളെ കൂടി മോചനം ഇപ്പോൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മോചനം ഇതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെഡ് ക്രോസിനെ കൈമാറിയതിന് ശേഷം റെഡ് ക്രോസ് ആയിരിക്കും ഇവരെ ഇസ്രായേൽ സേനയ്ക്ക് കൈമാറുക. ഓരോ ഘട്ടമായ ആ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സംഭവം, ഇസ്രായേൽ തടവിൽ കഴിയുന്ന 602 പാലസ്തീനികളുടെ മോചനം കൂടി ഇന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ട്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.